അതുകൊണ്ട് പുതിയ നൂറ്റാണ്ടിന്റെ മക്കളെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെയോ, ഒരു ചെറിയ വാർത്ത പറഞ്ഞുകൊള്ളട്ടെയോ. ഉമ്മാന്റെ വിലയറിയാത്ത, ഉപ്പാന്റെ വിലയറിയാത്ത അവര് പ്രായം ചൊല്ലുമ്പോൾ വേസ്റ്റുകളായിട്ട് അവരെ പരിഗണിക്കാതെ മാറ്റി നിർത്തുമ്പോൾ, അവര് കുരയ്ക്കുന്ന, അവര് ചുമയ്ക്കുന്ന ശബ്ദം നിനക്ക് അലോസരമാകുമ്പോൾ, അവർക്കടിക്കടി വരുന്ന പ്രയാസങ്ങൾ നിനക്ക് പ്രയാസമാകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഭീമാ പള്ളിയിൽ പ്രായം ചെന്ന ഉമ്മ ഒറ്റപ്പെട്ടിരിക്കുന്നത് കണ്ടു. ആ കടപ്പുറത്ത് സമീപത്ത്, ആ പള്ളിയുടെ റോഡിന്റെ അപ്പുറത്ത് വശത്ത്, ഭീമാ പള്ളിയുടെ ഓരത്ത് അതാ ഒരു പ്രായം ചെന്ന ഉമ്മ ഇരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയൊന്ന് മനസ്സിലാക്കണേ, വിലസി നടക്കുന്ന മക്കളെ, അവരുടെ അമൂല്യമായ അവസരങ്ങളെ ഒന്ന് ചിന്തിക്കണേ. ഈ ലോകത്തെ പുതിയ നൂറ്റാണ്ടിന്റെ മക്കളുടെ മാനസിക അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിക്കണേ, ഒന്ന് ചിന്തിക്കണേ. ഒരു പ്രായം ചെന്ന ഉമ്മ ഇരിക്കുകയാ, രാവിലെ ഇരിക്കാൻ തുടങ്ങിയ ഉമ്മയാ. നോക്കുമ്പോൾ ഒറ്റയിരുപ്പ, പരിസരവാസികൾ ഇങ്ങനെ നോക്കുകയാ. അതേ സായാഹ്ന സമയമെത്തി, രാത്രിയാകാൻ അടുത്തു വരികയാ. അപ്പോഴും ഉമ്മ അവിടെ തന്നെ ഇരിക്കുകയാ. ഇടക്കിടക്ക് ഇങ്ങനെ നാലുപാടും നോക്കുന്നുണ്ട്. ഒരാൾ വന്ന് ചോദിച്ചു, ഉമ്മ എന്തിനാ ഉമ്മ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? എന്തിനാ ഉമ്മ നിങ്ങൾ അവിടെ ഇരിക്കുന്നത്? ഉമ്മ നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പരതി നോക്കുന്നതാരെയാ? നിങ്ങൾ ആരെയെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? മക്കളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ആ പൊന്നുമോൻ രാവിലെ എന്നെ കൊണ്ടുവന്നതാ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാ, ഇതുവരെയും കണ്ടില്ല. എന്റെ പൊന്നുമോൻ എന്തു പറ്റിയെന്നാ ഉമ്മ ചോദിക്കുന്നത്. ഇതുവരെയും എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് പോയല്ലോ എന്നുള്ള വിഷമമല്ല. ഒന്ന് ചിന്തിക്കന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മയുടെ കണ്ണീരും കാണാതെ കഥാ വീട് വിട്ട് അന്യമതത്തിനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന പുതിയ തലമുറയുടെ പെൺകിടാങ്ങളെ, നരകത്തെ വിലക്ക് വാങ്ങുന്ന പൊന്നുമോളെ, നരകത്തിന്റെ കൊള്ളികളാകാൻ ആഗ്രഹിച്ച് പുറപ്പെട്ടോടുന്ന പ്രിയപ്പെട്ട കെട്ടുപൊട്ടിച്ചു പോകുന്ന പൊന്നുമോളെ, പുതിയ കണക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാ. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാ, ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാ, എന്റെ പൊന്നുമോനെ കാണുന്നില്ല. എവിടെ പോയി, വല്ല അപകടവും പറ്റിയോ, എവിടെ പോയി എന്നറിയാൻ പറ്റുന്നില്ല. ഉമ്മയോട് വീടന്വേഷിക്കുന്നു, സ്ഥലമന്വേഷിക്കുന്നു. പക്ഷേ ഉമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ടായത് കൊണ്ട് മാറ്റി മാറ്റി പറയുന്നു, കൃത്യമായി പറയാൻ ഉമ്മയ്ക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരവസ്ഥയാ ഉമ്മയുടെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്പർ വല്ലതും ഉണ്ടോ? നമ്പർ വല്ലതും ഉണ്ടോ? ആ മകന്റെ ഫോൺ നമ്പർ വല്ലതും ഉണ്ടോ എന്നാ ഉമ്മാനോട് ചോദിക്കുമ്പോ, ആ പ്രായം ചെന്ന പ്രിയപ്പെട്ട ഉമ്മ പറയുകയാ, എന്റെ കയ്യിൽ ഒരു തുണ്ടുണ്ട് മോനെ, ആ തുണ്ടുണ്ട് മോനെ, എന്റെ മകൻ കുറിച്ച് തന്നിട്ട് പോയതാ, എന്റെ മകൻ കുറിച്ച് തന്നിട്ട് പോയതാ. പോകുന്ന സമയം എന്റെ കയ്യിൽ കുറിച്ച് തന്നിട്ട് പോയതാ. പള്ളിക്കുടത്തിന്റെ പടിവാതിക്കല് പരിസരത്ത് പോയിട്ടില്ലാത്ത ഉമ്മ, അതെന്താണെന്ന് വായിക്കാൻ അറിയാത്ത ഉമ്മ, മകൻ തന്ന അമൂല്യമായ നിധി പോലെ ആ കടലാസിന്റെ കഷ്ണം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒന്ന് കാണട്ടെ ഉമ്മ, കടലാസിലുള്ള വാചകങ്ങളൊന്ന് കാണട്ടെ. ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ കയ്യിൽ നിന്നും ആ കടലാസിന്റെ കട്ടം വാങ്ങുമ്പോൾ, അപ്പോഴേക്കും ഒന്നിലധികം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ആളുകൾ നോക്കുമ്പോൾ, ക്ഷമിക്കണേ സുഹൃത്തുക്കളെ, എനിക്ക് ഈ തള്ളയെ കൊണ്ട് മതിയായി, ഇനി ആരെങ്കിലും ഒന്ന് നോക്കണേ, എനിക്കിനി പ്രയാസമാ, എനിക്കിനി ബുദ്ധിമുട്ടാ, എനിക്കിനി പ്രയാസമാ. ഈ ഉമ്മയാരെങ്കിലും ഒന്ന് നോക്കുമോ, ഏറ്റെടുക്കുമോ? ഞാൻ പോവുകയാ. ഗുഡ് ബൈ പറന്നുകൊണ്ട് നരകത്തിന്റെ കവാടത്തിലേക്ക് നടന്നെടുത്ത ദുനിയാവ് മുഴുവനും, ഭൂമിയും ആകാശവും മലക്കുകളും ജിന്നും മനുഷ്യരും എല്ലാവരും ശപിക്കുന്ന രൂപത്തില് സ്വർഗം വിട്ട് നരകത്തിലേക്ക് ഓടിപ്പോയ ചെറുപ്പക്കാരാ, എങ്ങനെയാ പൊന്നുമോനെ ഉമ്മാനോടുള്ള വിലയറിയുന്നത്, ഉപ്പാനോടുള്ള വിലയറിയുന്നത്? അതുകൊണ്ട് വിലസി നടക്കല്ല പൊന്നുമോനെ, അവരെ നിങ്ങൾ പരാജയപ്പെടുത്തല്ല പൊന്നുമോനെ. അവരുടെ കണ്ണീരും വിലാപവും നിങ്ങൾ അറിയണേ പൊന്നുമക്കളെ. ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ. അറിയുമോ മഹാനായ ലുഖ്മാനുൽ ഹക്കീം, മഹാനായ ലുഖ്മാനുൽ ഹക്കീം നിങ്ങളിങ്ങനെ പെരപ്പുറത്ത് പണ്ട് ഈ ട്യൂഷനൊക്കെ എടുക്കുന്ന സമയം ഷീറ്റ് പോലെയൊക്കെയുള്ള മഴ പെയ്യുമ്പോൾ ഈ ട്യൂഷൻ ടീച്ചറുടെ സാറിന്റെ ഭർത്താവിനും ഇങ്ങനെ ഒരു ഒഴുക്കാണല്ലോ,
ആ ഭർത്താവിനും ഈ മഴ പെയ്യുന്ന സൗണ്ടും കൂടെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ നല്ല സുഖമാണെന്ന് പറഞ്ഞ നിങ്ങളിങ്ങനെ മൗനമായിട്ട് ഇരിക്കരുത്, നല്ല പ്രതികരണം ഉണ്ടാകണം. പുറത്തുള്ള സഹോദരങ്ങളെല്ലാവരും സദസ്സിലേക്ക് കടന്നു വരണം. ഇന്ന് ആരെയും ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടാക്കൂല, വളരെ പെട്ടെന്ന് തന്നെ നിർത്തും. വളരെ പ്രധാനപ്പെട്ട 1-2 പോയിന്റ് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ തൽക്കാലം നിർത്തും. നമുക്ക് വിശാലമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കുറച്ച് കാര്യങ്ങൾ മറ്റൊരു പ്രമേയം ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹു അനുവദിച്ചാൽ നമുക്ക് വീണ്ടും പരിസരത്തൊക്കെ കണ്ടുമുട്ടണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടുള്ള സമയം പ്രയോജനപ്പെടുത്തി മലക്കുകൾ ഉണ്ടാകാൻ ഏറെ സാധ്യത എന്നല്ല, ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ 100% മലക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ സമ്പൂർണമായും നമുക്ക് മനസ്സിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സദസ്സിലുള്ളത്. അങ്ങനൊരു വിഷയമാണ്, അങ്ങനൊരു കാര്യമാണ്, അങ്ങനൊരു കാരണമാണ് ഈ സദസ്സിന്റെ പിന്നിലുള്ളത്. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ മഖ്ബൂലിൽ, പടച്ചവനെ കബൂലാക്കപ്പെട്ട പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളിനെയും നീ പരാജയപ്പെടുത്തല്ല റബ്ബേ. ആത്മാർത്ഥമായിട്ട് ഇതിനെ കേൾക്കാനും ആത്മീയമായ അവബോധത്തോടെ ശിഷ്ടജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയി ചേർക്കാനും റബ്ബേ വിനീതനായി എനിക്കും കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ വരൂല, ഞങ്ങൾ റോഡിൽ നിന്ന് കേട്ടോളാം എന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഒരു അപേക്ഷയാണ്. ഉള്ള സൗകര്യത്തിൽ ചെറുവെല്ലാം ഉണ്ടോ, കുറച്ചും കൂടെ വേണേ മുമ്പോട്ട് നീങ്ങിരിക്കാൻ പറ്റുമെങ്കിൽ ബാക്കിൽ കുറച്ച് അല്ലേ, ഈ ബോക്സിന്റെ മുമ്പിൽ ഇരിക്കണ്ട, നിങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ടിരുന്നു. എന്താ അസ്ലമേ, കുഴപ്പമില്ലല്ലോ അല്ലേ? പക്ഷെ അതാ കുറച്ച് മുമ്പോട്ട് ഇരുന്ന ബാക്കി കുറച്ച് ആളുകൾ കൂടി ഇരിക്കാൻ, ബാക്കിലുള്ള കുറച്ച് ആളുകൾ കൂടി ഇങ്ങോട്ട് കയറിയിരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. കുറച്ച് അടുപ്പിച്ചിരുന്നു ഇൻഷാ അല്ലാഹ്. സദസ്സിൽ കയറി എന്നാൽ ബർക്കത്തില്ല. ചെറിയൊരു തണുപ്പ്, ചെറിയൊരു ചാറ്റലൊക്കെ, ഒരു ബർക്കത്തിന്റെ ഒരു ചെറിയ ചാറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു അത് മഖ്ബൂലാക്കുന്ന ഒരു മജ്ലിസിന്റെ അടയാളമായി അള്ളാഹു സ്വീകരിക്കട്ടെ. മുമ്പിൽ ഇരിക്കുന്നവർക്ക് കൊള്ളാം, കുറച്ച് വെക്ക്, അതുകൊണ്ട് കൂടുതല ബുദ്ധിമുട്ടാന്ന് നിങ്ങൾ കാണിച്ചു കളയരുത്, എന്നെ ബുദ്ധിമുട്ടാക്കരുത്. അപ്പൊ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളെ അടുപ്പിച്ചിരിച്ചത്. അപ്പൊ നിങ്ങൾ അതേപോലെ പരിഗണിക്കണം. അങ്ങനെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിലേക്ക് മാറിയിരുന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് ആ പരിസരത്ത് പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പരമാവധി നമ്മുടെ സദസ്സിലേക്ക് കടന്നിരിക്കുക. പുറത്തുള്ള ആളുകൾ ഈ സദസ്സിലേക്ക് കടക്കുക. ഉള്ള പരിമിതമായ സ്ഥലത്ത് ചെയറുകളൊക്കെ അടുപ്പിച്ചിട്ടിരിക്കുക. എല്ലാവർക്കും മുഅ്മിനീങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്യുക. ഇത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, ഒരു അമുസ്ലിം സഹോദരൻ ഈ സദസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ സീറ്റില്ല എങ്കിൽ ഒരു അമുസ്ലിം സഹോദരൻ വന്നാൽ ഒരു മുസ്ലിമായ സഹോദരനെ എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ പിടിച്ചിരുത്തുന്ന മാനവിക സൗഹാർദ്ദത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ഇഅ്തിഖാദുമായി മുന്നോട്ട് പോകുന്ന സഹോദരങ്ങളായി ഇവിടെയുള്ളത്. അള്ളാഹു ഈ നാട്ടിനെ എല്ലാ പ്രശ്ന പ്രതിസന്ധികളെ തൊട്ടും പ്രതികൂല സാഹചര്യങ്ങളെ തൊട്ടും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൗണ്ട് കുഴപ്പമൊന്നുമില്ല, സാധാരണക്കാൾ ഉഷാറായിട്ടാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹനീഫ നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഹനീഫക്ക് അറിയാം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടെല്ലാം മട്ടം പോലെ ചെയ്യുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ അറിഞ്ഞില്ല അസ്ലമി, ഹനീഫ നമ്മുടെ ആളെ നമ്മൾ വിളിപ്പിക്കുന്ന ആളാണ്. പ്രത്യേകം ഈ സൗണ്ടാണ് ചോദിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലാണ് മൂപ്പര്. കാസർഗോഡല്ലേ? കാസർഗോഡുകാരൻ്റെ അവിടെ ഹനീഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മൂപ്പര് പോയിക്കോളും. ബാക്കിയുള്ള കാര്യമൊന്നും വേറെ നോക്കണ്ട. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരൻ ആഫിയത്ത് കൊടുക്കട്ടെ. എന്തുണ്ടെങ്കിലും വിളിച്ച് പറയാറുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഉസ്താദന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഉള്ള സൗകര്യത്തിൽ കടന്നിരിക്കാം. അതുകൊണ്ട് പ്രത്യേകമായി എല്ലാവരോടും ഒരല്പസമയം കൂടി നല്ല മനസ്സോടെ കേൾക്കണമെന്ന് വളരെ വിനയാന്വിതനായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ബക്കറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്, എന്തിനാണെന്നൊരു പിടുത്തമില്ല. അതെന്നെ ഉദ്ദേശം അല്ലേ? സാധാരണ അല്ലേ? നല്ല ഹദിയകൾ അതിൽ ആത്മാർത്ഥമായി നിങ്ങൾ സ്വരൂപിക്കണം. നല്ല ഇഖ്ലാസോടെ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുടെ മക്കൾ അവരുടെ ഖബറിലേക്ക് ചെയ്യാൻ പറ്റുന്ന എത്തുന്ന ഒരു വിഷയമാണ് അവർക്ക് വേണ്ടിയിട്ട് ദാനധർമ്മം ചെയ്യാൻ. ഇതൊക്കെ പറയുമ്പോൾ പടച്ചവനെ, എൻ്റെ ഉമ്മായും ഉപ്പായും ഞാൻ പറ്റിച്ചൊരുപാട് വിലസി നടന്ന പൊന്നുമോനാ ഞാൻ. പടച്ചവനെ, അവരിപ്പോ ഇല്ല, മരിച്ചുപോയി. എന്തെങ്കിലും ഗുണം അവർക്ക് ഇനി കൊടുക്കാൻ പറ്റുമോ, ഒന്ന് പൊരുത്തപ്പെടിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിനൊരു ഖീല എന്നൊരു അഭിപ്രായമുണ്ട്. പല വിഷയം ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് പറയാം. അതിലൊരു വിഷയമാണ് ആ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് നിയത്ത് ചെയ്ത് ഹദിയകൾ കൊടുക്കുക. അത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റുന്നതിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അള്ളാഹു ആ മാതാപിതാക്കളുടെ പൊരുത്തത്തോടുകൂടി സ്വർഗത്തിൽ കിടക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മഹാനായ ലുഖ്മാനുൽ ഹക്കീം
ഇവിടുത്തെ ലുക്മാൻ കാക്കയുടെ കാര്യമല്ല, ഇത് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ലുക്മാൻ എന്ന് പറയുന്ന മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. അങ്ങനെ മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറുപ്പകാലം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ കാലം. അന്നാരാണ് പ്രബോധന ഗോതയിലുള്ളത്? മഹാനായ സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമ തന്റെ പ്രിയപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയും മുപ്പയും ചെറിയ പ്രായത്തിലുള്ള ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു സംഭവം പറയുന്നത് മഹാന്മാരായ സ്വാലിഹീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്താണ് ആ സംഭവം എന്നറിയോ? മഹാനായ സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാമിന് മനസ്സിൽ ചെറിയ ഒരു ചിന്ത വന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനും ഏറ്റവും പടച്ചവനെ പേടിക്കുന്നവനും മുത്തഖിയായ മനുഷ്യനും ഞാനാണ്. ഇപ്പോൾ ഉള്ളവരിൽ ഏറ്റവും സമുന്നതനായ വ്യക്തിപ്രഭാവമുള്ള ആള് ഞാനാണ്. വാസ്തവത്തിൽ അന്നത്തെ ഏറ്റവും വലിയ മഹാൻ ദാവൂദ് നബി തന്നെയാണ്. പക്ഷേ ഒരു പ്രവാചകൻ അങ്ങനെ ചിന്തിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചെറിയ ഒരു പാഠം നൽകാൻ പടച്ച തമ്പുരാൻ തീരുമാനിക്കുകയാണ്. ദാവൂദ് നബിയോട് അല്ലാഹു പറയുകയാ, ഓ ദാവൂദ് നബിയെ, നിങ്ങൾ ആ കാണുന്ന മലഞ്ചെരുവിനപ്പുറം നിങ്ങൾ കടന്നു പോകണം. ആ മലഞ്ചെരുവിനപ്പുറത്ത് കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഘോരമായൊരു വനമുണ്ട്. ആ വനത്തിന്റെ ഇന്ന ഭാഗത്തിലൂടെ ആ വനത്തിന്റെ ഉൾത്തടത്തിലേക്ക്, അതിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കിടക്കണം. ഇന്ന സ്ഥലത്ത് നിങ്ങൾ ചെല്ലണം. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. നിങ്ങൾ പോകുക. പടച്ചവന്റെ ഓർഡർ പ്രകാരം താഴ്വര കിടന്ന് ഘോരമായ വനത്തിന്റെ പടച്ചവന്റെ വഹയിന്റെ സന്ദേശത്തിന്റെ അറിയിപ്പ് കിട്ടിയതുപോലെ അതേപോലെയുള്ള റൂട്ടിലൂടെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഞ്ചരിച്ചുകൊണ്ട് ആ ഘോരവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ഒരു കരച്ചിൽ കേൾക്കുകയാ. എന്താ കരച്ചിലെന്നറിയുമോ? ഒരു മനുഷ്യൻ പൊട്ടിക്കരയുകയാ. കയ്യും കാലും കാട്ടുവള്ളികൾ കൊണ്ട് ചുറ്റിക്കെട്ടിയിട്ട് താഴെ കിടന്നും നിന്നും തലയിൽ മണ്ണുവാരയിട്ടും അതാ മനുഷ്യൻ പൊട്ടിക്കരന്ന്, പടച്ചവനെ എന്റെ പാപം പൊറുക്കണേ റബ്ബേ, എന്റെ പാപം പൊറുക്കണേ അല്ലാ, എന്നെ നരകത്തെ തൊട്ട് നീ കാക്കണേ റബ്ബേ, എന്റെ പാപം പൊറുത്താലല്ലാതെ എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആ മനുഷ്യനെ കണ്ട് ഞെട്ടി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി മഹാനായ ദാവൂദ് നബി ആ മനുഷ്യനോട് പറയുകയാ, അല്ലയോ മനുഷ്യ, നീ ഇത്രയും വലിയ ഘോരമായ വനത്തിൽ വിഷസർപ്പങ്ങളുള്ള വലിയ വലിയ സിംഹങ്ങളും കാട്ടാനകളും പുലികളും അതുപോലെയുള്ള വലിയ വലിയ ജന്തുക്കളും ജീവികളുമുള്ള ഈ വനത്തിൽ, ഏതൊരു മനുഷ്യനും ഒറ്റപ്പെട്ട് കിടക്കാൻ പോലും ഭയപ്പാടുള്ള ഈ വനത്തിൽ നീ ഒറ്റപ്പെട്ട് കിടന്നുകൊണ്ട് പടച്ചവനോട് വിലപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരന്നുകൊണ്ട് ദുആരക്കാൻ മാത്രം നീ എന്ത് പാപമാ ചെയ്തത്? ചിന്തിക്കണേ. ഉമ്മയോടും ഉപ്പയോടുമുള്ള കടമയും കടപ്പാടും അറിയാത്ത പുതിയ തലമുറ അവരെ മറന്ന് അവരോടുള്ള